ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. ഇന്നിപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലഞ്ചൊക്കെ റെഡിയാക്കണം. അമ്മയുടെ ചിറ്റ ഇന്നലെ മരിച്ചുപോയി. ഇന്ന് 9 മണിക്കാണ് ചടങ്ങുകൾ വെച്ചേക്കുന്നത്. കാക്കത്തോപ്പ് പള്ളിയിലാണ്, ഇവിടെ നടത്താണ്. പള്ളിയിലും സെമിത്തേരിയിലും പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഊണും കഴിച്ച് വേണം വരാനായിട്ട്. അരി തിളപ്പിച്ച് ഞാൻ റൈസ് കുക്കറിൽ വെച്ചു. ഇനി തിരിച്ച് വന്ന് ഒന്നുകൂടെ തിളപ്പിച്ച് അടച്ചിട്ടാൽ എല്ലാവർക്കും സമയത്ത് ചോറ് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ലഞ്ചിൻ്റെ പരിപാടികൾ അങ്ങ് തുടങ്ങി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് ചുവന്ന മീനും ചെമ്മീനുമാണ്. എക്സ്ക്ലൂസീവ്ലി ചെമ്മീൻ തീയൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെമ്മീൻ ഇല്ല. അതുകൊണ്ട് ഞാൻ വഴുതനങ്ങയും ഒരു ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞെടുത്തിട്ട് ഇതിനൊപ്പം കുറച്ച് ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് തീയൽ വെക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയും ജീരകവും പൊട്ടുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് ഈ പൊട്ടറ്റോയും ബ്രിഞ്ചോളും ഞാൻ 2 എടുത്തിരുന്നു, പിന്നെ 1 അങ്ങ് മാറ്റി. ഒരുപാടായി പോകുന്നു തോന്നി. എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാനില്ലല്ലോ, ഞാനും ഇല്ല അമ്മയും ഇല്ല. രാത്രിത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തികയും വേണം, ഇത് തീരെയും വേണം. ഒരു തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ ചോപ്പറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തവണ സെപ്പറേറ്റ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് 3 പച്ചമുളകും കൂടെ നുള്ളിയിട്ടു. വഴന്നു വന്ന കൂട്ടിലേക്ക് ഇപ്പം അരിഞ്ഞു വെച്ച പച്ചക്കറികളും ലേശം മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് ലേശം പുളിവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇത്തിരി വെന്ത് വരണമല്ലോ. ഈ ഒരു സമയത്തിന് പാൻ വെച്ച് 3 മീനും കൂടെ ഞാൻ വറുക്കാനായിട്ട് ഇട്ടു. ഫിറ്റ് ചെയ്യാണ്ടിരുന്നാല് ചിലവ് ഊരിപ്പോരൂലേ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഇങ്ങനെ മാൻ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വയറുകൊണ്ട് അങ്ങ് തള്ളി പിടിച്ചാൽ മതി, അത് അവിടെ തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരികെ വെക്കാറേ ഇല്ല. 2-3 ദിവസമായിട്ട് ഞാൻ തേങ്ങ തിരികെ വെക്കാറുള്ള ആ ഒരു ബോക്സ് എംപ്റ്റി ആയിട്ട് അങ്ങനെ അങ്ങിരിക്കുക. ആദ്യത്തെ ഒരു കത്തിക്കലൊക്കെ ഉള്ളൂ, പതുക്കെ എനിക്ക് മടി പിടിക്കും. തീയൽ റെസിപ്പി എന്നും പറഞ്ഞിട്ട് ഒരു ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ അരപ്പിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. തേങ്ങ വറുത്തിരുന്നത് കൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാനത് നന്നായിട്ട് മൂപ്പിച്ച് പൊടികളും ചേർത്ത് വെച്ചിരുന്നു. രാവിലെ വെള്ളം തൊടാതെ എണ്ണ വരുന്ന പരുവം വരെ അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അമ്മയുടെ ചേച്ചി വല്യമ്മ വന്നിട്ടുണ്ട്. തോപ്പിന്ന് എനിക്ക് കുറച്ച് ഉണക്കമീനും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വല്യമ്മയ്ക്കുള്ള ചായയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമുക്ക് പുട്ടാണ്. പഴം തീരുന്നത് വരെ ഉപ്മാവും പുട്ടുമൊക്കെ ഓടുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ. തീയലിന് വറുത്ത തേങ്ങയിൽ ചേർത്ത പൊടികൾ ഉൾപ്പെടെ വെള്ളം തൊടാതെ അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടാവും എന്നൊരു കോമന്റ് ഉണ്ടായിരുന്നു. അതെ, ചൂടാവും. ഇടയ്ക്കിടയ്ക്ക് നല്ല ഗ്യാപ്പ് കൊടുത്താണ് ഞാനത് അരച്ചെടുക്കുന്നത്. അരപ്പ് കറിയിലേക്ക് ഇടുന്നതിന് മുന്നേ 3-4 പ്രാവശ്യമായിട്ടാണ് ഞാൻ എണ്ണ തെളിയുന്നത് വരെ അരപ്പ് ജാറിൽ അരച്ചെടുത്തത്. എണ്ണ തെളിയുന്ന പരുവത്തിൽ വന്നാലേ കറിക്ക് നിറവും രുചിയും ഒക്കെ വരത്തുള്ളൂ. വെള്ളം ഒഴിച്ചാൽ കറിക്കൊരു പച്ച രുചി വരും. തീയൽ അങ്ങനെ പച്ച രുചിയിൽ ഇരിക്കേണ്ട ഒരു കറിയല്ല. ഇന്നത്തോടുകൂടി കുക്കുവിന്റെ എക്സാം കഴിയും. നാളെ ഓണം സെലിബ്രേഷനും കൂടെ ഉണ്ട്. അമ്മ വന്ന് വല്യമ്മയായിട്ട് മരണ വീട്ടിലേക്ക് പോയി. അല്ലെങ്കിൽ നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ സ്കൂൾ വണ്ടി സമയത്തിന് വരില്ലല്ലോ. നിലുവിന്റെ ഓട്ടോ 9:15 വന്നില്ല. പിന്നെ ഭായിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോയി റെഡിയായി പള്ളിയിൽ പോകാനായിട്ട്. ഇനി നിന്നാൽ ഞാനും വൈകും. അപ്പം നാളെ കാണാം.